ഛത്തീസ്ഗഡിലെ അറസ്റ്റുമായി സംബന്ധിച്ച വാർത്തയിലേക്ക് വരാം. അവിടെ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത്. അതായത് ദുർഗ് സെഷൻസ് കോടതി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിച്ചില്ല. കേസ് പരിഗണിക്കാൻ അധികാരമില്ല എന്നും കോടതി നിരീക്ഷിച്ചു. കേസ് ബിലാസ്പൂർ NIA കോടതിയിലേക്ക് മാറ്റി. മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഈ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നില്ല, ഇവർ ജയിലിൽ തന്നെ തുടരണം എന്നുള്ള ഒരു തീരുമാനമാണ് കോടതിയിൽ നിന്ന് വരുന്നത്. കൂടുതൽ വിവരങ്ങൾ ശ്രീകാന്ത്. വിനോദ്, ഇന്ന് സംഭവിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെന്ന് പറയുന്നത് ഈ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളിയതാണ്. അതായത് കോടതിയിലേക്ക് ഈ ജാമ്യാപേക്ഷ വന്ന ഘട്ടത്തിൽ തങ്ങൾക്ക് പരിഗണിക്കാനുള്ള അധികാരമില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈ ജാമ്യാപേക്ഷ കോടതി മാറ്റിയത്. കാരണം ഈ കേസ് ഈ ആദിവാസി പെൺകുട്ടികളെ മനുഷ്യക്കടത്ത് നടത്തിയതുമായി ബന്ധപ്പെട്ട കേസാണ്. അതിനാൽ അത് പരിഗണിക്കേണ്ടത് പ്രത്യേക NIA കോടതിയാണ് എന്ന് കോടതി പറയുകയാണുണ്ടായത്. സെഷൻസ് കോടതി പറയുകയാണുണ്ടായത്. അതിനൊരു കാരണമുണ്ട്. കാരണം സുപ്രീം കോടതിയുടെയും അതോടൊപ്പം ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെയും ഡയറക്ഷനുണ്ട് ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കേണ്ടത് പ്രത്യേക NIA കോടതിയാണ് എന്നുള്ളത്. അതും സെഷൻസ് ജഡ്ജാണ് അവിടെയുമുള്ളത്. പക്ഷേ അത് നോട്ടിഫൈഡ് കോടതിയാണ്. അതിനാൽ അവർക്ക് മാത്രമാണ് ഇത് പരിഗണിക്കാനുള്ള അവകാശം. രണ്ടാമത്തെ കാര്യം, ഈ മനുഷ്യക്കടത്ത് എന്ന് പറയുന്ന 143 വകുപ്പ്, BNSന്റെ 143 വകുപ്പ്, അത് NIAയുടെ ഷെഡ്യൂൾഡ് ഒഫൻസിൽ പെടുന്നത് കൂടിയാണ്. അതിനാലാണ് NIA കോടതിയിലേക്ക് തന്നെ, പ്രത്യേക കോടതിയിലേക്ക് തന്നെ ഇത് എത്തുകയും ചെയ്തത്. ഇതാണ് അതിലെ കാര്യം. ഈ നിമിഷം വരെ NIA ഈ കേസ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടില്ല. ഇന്ന് സ്പെഷ്യൽ കോടതിക്ക് മുമ്പാകെ ഇന്ന് സെഷൻസ് കോടതിക്ക് മുമ്പാകെ ഈ കേസ് എത്തിയപ്പോൾ സംസ്ഥാന സർക്കാർ ഈ ഹർജിയെ എതിർക്കാനും മിനക്കെട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് ജാമ്യം കിട്ടട്ടെ എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരും എടുത്തത്. കാരണം കേരളത്തിലെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അടക്കം ഇവിടെ ക്യാമ്പ് ചെയ്ത് ഇതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. തുടർന്നാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇവിടുത്തെ സംസ്ഥാന സർക്കാരും എത്തിയത്. പക്ഷേ ഇനി എന്തായാലും നമ്മൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഇവർ പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ NIA കോടതിയിലേക്കാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. CBCA അങ്ങനെ ഒരു പ്രസ്താവനയാണ് നടത്തിയത്. പക്ഷേ ഇപ്പോഴും അന്തിമമായ തീരുമാനമായിട്ടില്ല. അതിൽ ഹൈക്കോടതിയിലേക്ക് പോയാലോ എന്നൊരാലോചന കൂടിയുണ്ട്. കാരണം ഏത് ജഡ്ജാണ് കുറച്ചുകൂടി, എവിടെയാണ്, ഏത് കോടതിയിലാണ് ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ ജാമ്യം കിട്ടുന്നത്, അത് ജാമ്യം നേടിയെടുക്കാൻ കഴിയുന്നത് എന്ന് നോക്കിയതിന് ശേഷമായിരിക്കും അതിൽ അന്തിമ തീരുമാനമുണ്ടാവുക. അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഉണ്ടാവുകയും ചെയ്യും എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ഈ ഛത്തീസ്ഗഡിൽ സർക്കാർ ഈ മതപരിവർത്തന മാഫിയയ്ക്ക് ഇളവ് നൽകുന്നു എന്നാരോപിച്ച് ബജ്രംഗ് ദളും ഹിന്ദു സംഘടനകളും പ്രതിഷേധത്തിലാണ്. ഛത്തീസ്ഗഡിലെ BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് അവരെ. കേരളത്തിൽ നിന്നുള്ള BJP നേതൃത്വത്തിൻ്റെ ആവശ്യപ്രകാരം ഇങ്ങനെയൊരു വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അവർക്ക് ഇവിടെ ഹിന്ദു സംഘടനകളുടെയും ബജ്രംഗ് ദളിൻ്റെയും എതിർപ്പ് നേരിടേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഈ ബസ്തർ പോലെയുള്ള ബെൽറ്റുകൾ കേന്ദ്രീകരിച്ച് അതിരൂക്ഷമായ മതപരിവർത്തനം നടക്കുന്നുണ്ട്. അതിന് ചുക്കാൻ പിടിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള മിഷണറി സംഘങ്ങൾ കൂടിയാണ് എന്നതും ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്. ഒരു കാര്യം, ഈ മിഷണറി സംഘം അകത്തേക്ക് പോയതുമായി ബന്ധപ്പെട്ട് ഈ 2 കന്യാസ്ത്രീകൾ ജയിലിലായതുമായി ബന്ധപ്പെട്ട് നിസ്സാരമായ കുറ്റങ്ങളല്ല ചുമത്തിയിരിക്കുന്നത്. അത് വളരെ ഗൗരവതരമായ കുറ്റമാണ്. നമ്മൾ അവിടെ കേട്ട വാർത്ത പോലെ ഒന്നുമല്ല കാര്യം. ഇതിൽ കൃത്യമായ തെളിവുണ്ട് എന്ന അവകാശവാദവും ഉന്നയിക്കുന്നുണ്ട് പോലീസ്. അപ്പോൾ ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഏറ്റവും സെൻസിറ്റീവായ വിഷയം തന്നെയാണ്. തീർച്ചയായും ഈ കേസ് വളരെ സെൻസിറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നത്. എന്തായാലും സമാനമായ കേസ് ഈ പറഞ്ഞ സംസ്ഥാനത്ത് മാത്രമല്ല, ഛത്തീസ്ഗഡിൽ മാത്രമല്ല, ജാർഖണ്ഡിൽ നിന്ന് 3 കുട്ടികളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് 2022 കേരളത്തിലും സമാനമായ നിലയിൽ കേസെടുത്തിരുന്നു. അന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇവിടെ ഈ ജാർഖണ്ഡിലെ 3 കുട്ടികളെ കൊണ്ടുവന്ന സംഭവം വലിയ പൊളിറ്റിക്കലായ വലിയ വാർത്തയാകാതെ പോവുകയും സാധാരണ നിയമ നടപടികളിലേക്ക് കടക്കുകയുമാണ് ചെയ്തത്. പക്ഷേ ഛത്തീസ്ഗഡിൽ BJP ഭരിക്കുന്നത് കൊണ്ട് മാത്രം അത് വലിയ രാഷ്ട്രീയ വാർത്തയായി വരുന്നു, വലിയ വിവാദമാകുന്നു. മിഥുൻ അയ്യപ്പൻ വീണ്ടും ചേരുന്നു. മിഥുൻ, 2022 കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത് കന്യാസ്ത്രീകളെ വേട്ടയാടുകയാണ് അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കയ്യേറ്റമാണ് എന്നൊന്നും ആരും പറഞ്ഞു കേട്ടില്ല. പക്ഷേ ഛത്തീസ്ഗഡിൽ BJP ഭരിക്കുന്നത് കൊണ്ട് മാത്രം ഇത് പൊളിറ്റിക്കൽ വാർത്തയാക്കി മാറ്റുന്ന രാഷ്ട്രീയ തന്ത്രം, അതല്ലേ ഇവിടെ കാണാൻ കഴിയുന്നത് മിഥുൻ അയ്യപ്പൻ?
തീർച്ചയായിട്ടും ഒരേ വിഷയത്തിലുണ്ടാകുന്ന രണ്ട് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ, സമീപനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തോടു കൂടി നമ്മളിപ്പോൾ തുറന്നു കാണിച്ചിട്ടുള്ളത്. സെലക്റ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ, സെലക്റ്റീവായിട്ടുള്ള സമീപനങ്ങൾ എന്നെല്ലാം ഇതിനു വേണ്ടി പറയാം. കാരണം ഇവിടെ എവിടെയാണ് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ കഴിയുന്നത് അവിടെ മറ്റ് നീതിയോ അല്ലെങ്കിൽ മറ്റ് രീതികളൊന്നും തന്നെ ബാധിക്കാതെ അതിനെ പരമാവധി മുതലെടുപ്പ് നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലുണ്ടാകുന്ന വിഷയത്തിൽ ഇപ്പോൾ ഇടത് വലത് മുന്നണികൾ, വിവിധ രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കൂടുതലും ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. രാഷ്ട്രീയ ഫോർമുലകളിൽ പല മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം വലിയ രീതിയിൽ അതിലെല്ലാം ഭയപ്പെട്ടുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു നിലപാടുകൾ തന്നെയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയാൻ കഴിയുന്ന തരത്തിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിഷയമടക്കം. 2022 കേരളത്തിലുണ്ടായ, തൃശ്ശൂരിലുണ്ടായ ഈ സംഭവത്തെ വലിയ രീതിയിൽ അത്തരത്തിൽ വിവാദമായി കാണാതെ വെറും മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായി തന്നെ കണ്ട്, ഒരു സാമൂഹ്യ വിഷയമായി കണ്ട് അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് വിട്ടിടത്താണ് ഇപ്പോൾ പ്രതിഷേധങ്ങളും വലിയ രീതിയിലുള്ള പ്രകടനങ്ങളും രാഷ്ട്രീയ മുതലെടുപ്പും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ജനങ്ങൾ തിരിച്ചറിയേണ്ടത്. അത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മനുഷ്യക്കടത്തിൻ്റെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ഇവിടെ ചുമത്തിയിരുന്നത്. കഴിഞ്ഞ ബുള്ളറ്റിനിൽ പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള ഈ കുട്ടികളെ ചൂഷണം ചെയ്യൽ, ഈ കുട്ടികളെ ജോലിക്ക് വേണ്ടി നിർബന്ധിക്കൽ, ലൈംഗികമായി ദുരുപയോഗം ചെയ്യൽ, അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളെല്ലാം തന്നെ ഈ വിഷയത്തിൽ ചുമത്തിക്കൊണ്ട് അതെല്ലാം തന്നെ വിഷയത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിരുന്നില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഈ വിധി പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം 26-ാം തീയതിയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത് സംബന്ധിച്ചുള്ള വിധി തൃശ്ശൂർ സെഷൻസ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതും ഒരു സ്വാഭാവികതയായിരിക്കാം. ഒരു പക്ഷേ ഇപ്പോൾ ഈ വിഷയം ഛത്തീസ്ഗഡിലെ വിഷയം കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബോധപൂർവം കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ വിഷയത്തിലൊരു അപ്ഡേഷൻ വരുന്നു എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലായി തന്നെ നമുക്കിപ്പോൾ കരുതേണ്ടി വരും. കൃത്യമായും ഈ വിഷയത്തെ ദുർലാക്കോടുകൂടി കൈകാര്യം ചെയ്യുന്നു വിവിധ കക്ഷികൾ എന്ന് തന്നെ വേണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അപ്ഡേഷനിൽ കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. വളരെ വ്യക്തമാണ്. ഒരേ സ്വഭാവത്തിലുള്ള കേസ് രണ്ട് സംസ്ഥാനത്ത് വരുമ്പോൾ രണ്ട് തരത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ കൈകാര്യം ചെയ്യുന്നത്. 2022 സമാനമായ നിലയിൽ കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ തൃശ്ശൂരിൽ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി, കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അത് വലിയ രാഷ്ട്രീയ വാർത്ത ആയില്ല. സ്വാഭാവിക നിയമ നടപടിയായി അത് മുന്നോട്ട് പോയി. പക്ഷേ BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ ഇത്തരത്തിൽ കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ അത് വലിയ രാഷ്ട്രീയ വാർത്തയുമായി മാറുന്നു. ഈ ഇരട്ടത്തപ്പാണ് ഈ രണ്ട് സംഭവങ്ങളിലൂടെ വ്യക്തമാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഛത്തീസ്ഗഡിൽ നിന്നും S. ശ്രീകാന്തും അതേപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നും മിഥുൻ അയ്യപ്പനും.